സ്വാഗതം. തെറ്റിപ്പോയ താക്കോൽ ഭാഗം 4ലേക്ക്. കാറ്റു പതുക്കെ വീശുന്നു. വരണ്ട ഇലകൾ നിലത്തു പറന്നുകൊണ്ടിരിക്കുന്നു. അവൻ ചുറ്റും നോക്കി. ഒരു ശ്മശാനത്തിന്റെ നടുവിൽ പഴക്കം ചെന്നൊരു കല്ലറയുടെ മുൻപിൽ നിന്നു. കല്ലറയിൽ കൊത്തിയിട്ടിരുന്ന താക്കോൽ ചിഹ്നം അവന്റെ കണ്ണിൽ വീണു. അവൻ മനസ്സിൽ ചോദിച്ചു, ഇതാണാ സ്ഥലമോ? കല്ലറയ്ക്കരികിലെ മണ്ണിൽ അവന്റെ കണ്ണിൽ മിന്നിത്തിളങ്ങുന്നൊന്ന്. അവൻ പതുക്കെ കുനിഞ്ഞ് അതെടുത്തു നോക്കി. ഒരു പഴയ താമ്ര താക്കോൽ, ഭാരം നിറഞ്ഞു, കാലത്തിന്റെ പാടു തോന്നുന്ന. അവൻ വിറച്ചു. ഇത്രയും വർഷം മണ്ണിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ പിന്നിൽ നിന്ന് ചുവടുകൾ. അവൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. വരണ്ട ഇലകൾ മാത്രം ചലിക്കുന്നു. പക്ഷെ ഹൃദയം പറഞ്ഞുകൊണ്ടിരുന്നു, നീ ഒറ്റയ്ക്കല്ല. പെട്ടെന്ന് കല്ലറയിലൊരു ചെറിയ ചലനം. മണ്ണൽപ്പം പൊളിഞ്ഞിറങ്ങുന്നു. അവൻ ഞെട്ടി. താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പതുക്കെ പിന്നോട്ടു നീങ്ങി. കാറ്റിലൊരു വിചിത്രമായ ചിറുചിരിയുടെ ശബ്ദം. അവന്റെ ശരീരം മുഴുവൻ വിറച്ചു. കല്ലറയിൽ കൊത്തിയിട്ടിരുന്ന താക്കോൽ ചിഹ്നത്തിനരികിൽ ഒരു വരി വാക്കുകൾ തെളിഞ്ഞു തുടങ്ങി. താക്കോൽ കിട്ടിയാൽ വാതിൽ ശരിയായി തിരഞ്ഞെടുക്കുക. അവൻ വായിച്ചു. മനസ്സിൽ സംശയം. വാതിൽ? ഏതു വാതിൽ? തെറ്റായ വാതിൽ തുറന്നാൽ എന്താകും? അവൻ പുറത്തേക്കു നടന്നു. ശ്മശാനത്തിന്റെ അതിരുകൾ കടന്നപ്പോൾ മരത്തിനടിയിൽ ഒരു നിഴൽ. ഒരാൾ പിന്നിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ നേരെ നോക്കിയപ്പോൾ ആ നിഴൽ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഹൃദയത്തിൽ നിറഞ്ഞ ഭയം. കയ്യിൽ ഉറച്ചു പിടിച്ചിരുന്ന ആ പഴയ താക്കോൽ. അവന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം. ഈ താക്കോൽ കൊണ്ട് ഞാൻ തുറക്കേണ്ട വാതിൽ എവിടെയാകും?